വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഹത്തയിലേക്ക് യാത്രയാവുന്നത്. ഹത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാനിയിലെ ഒരു രാജാവിൻ്റെ പേരിലാണ് ഹത്ത അറിയപ്പെട്ടത്. ഹജാറിൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പേരിലാണ് ഹത്ത എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. ആദ്യം ഈ ഭാഗം ഒമാൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അത് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വരുന്ന ആളുണ്ടായത്. അവിടെ ആദ്യമായിട്ടുണ്ടായത് ഹത്ത ഫോർട്ടാണ്. 1896 ഹത്ത ഫോർട്ടുകളും പിന്നെ ഹത്തയിലെ വാച്ച് ടവറൊക്കെ വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ BC 3200-നും 2500-നും ഇടയിൽ അവിടെ മനുഷ്യവാസമുണ്ടെന്ന് ഈ വിക്കിപീഡിയയും അതുപോലെ ആർക്കിയോളജിക്കൽ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത്. അല്ലാതെ എനിക്ക് മനഃപ്പാടമായിട്ട് പറയാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഹത്തയെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ 2018-ലും 2019-ലും ഞങ്ങൾ ഹത്തയിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അന്ന് സബ്ക സ്റ്റേഷനിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. 25 ദിറംസാണ് വൺ സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങുക, പിന്നെ അവിടെയൊക്കെ നടന്ന് കാണാൻ എന്തൊക്കെയായിരുന്നു അന്നത്തെ മനോഹരമായ ഹോബി, മനോഹരമായ കാഴ്ചകൾ. പിന്നെ കുറേ നാൾക്ക് ശേഷം January 1, 2026 ഞങ്ങൾ വീണ്ടും യാത്രയാവുന്നത്. അങ്ങനെ ഞങ്ങളവിടെ 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മലിഹ റോഡ് പിടിച്ച് അവിടെ എത്തി. അന്ന് കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അന്ന് പോയ വഴിയല്ല, പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെ കെട്ടി നന്നായിട്ട് നല്ല രീതിയിൽ റോഡുകളൊക്കെ നവീകരിച്ചിട്ടുണ്ട്. ചുറ്റുമുള്ള സൈഡിലുള്ള കടകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മുടെ ഹത്ത ഡാമിൻ്റെ മുകളിലേക്ക് വണ്ടികളൊന്നും കയറ്റി വിടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നു പോകണം. ആക്ച്വലി ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടാകുന്നപ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ January 1 ആയതുകൊണ്ടും ഇന്ന് പബ്ലിക് ഹോളിഡേയും കൂടെയാണ് ദുബായിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മളിത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അന്ന് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാതിരുന്ന സമയത്ത് ഒരു February 2014 ഞങ്ങളിലെ 4 മലമുകളിൽ നിന്ന് വരുന്ന തെളിനീര് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അവിടെ മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസിന് 49 ദിറംസാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കയറി പോകുന്നില്ല. ശരിക്കും ടണലാണ്, ടണൽ. ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹത്ത ഫലാജ്. നല്ല തെളിനീരായിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളമാണ് ഇതിൽ ഒഴുകി നല്ല യമണ്ടൻ മീനുകളൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ടോ. ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത് ഞങ്ങൾ ഹത്ത ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഫലാജിലേക്കുള്ള ടിക്കറ്റ്സ് കൗണ്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ 2018-ലും 2019-ലൊക്കെ വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഈ ചെറിയ മീൻകുളവും ഫലാജിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ പോകാനുള്ള വഴികളൊക്കെ. അന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. കുറച്ച് സമയം മാത്രമല്ല അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇന്ന് വന്നപ്പോൾ ആ ഗ്യാപ്പ് മൊത്തം നമ്മളങ്ങ് തീർത്തു. ഉള്ള ഭാഗം മൊത്തം വീഡിയോ എടുത്ത് നമ്മൾ ഞങ്ങൾ ഹത്തയിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫാമാണ് ഈ കാണുന്നത്. ഇവിടെ ഈന്തപ്പനകളും അതിൻ്റെ ഇടയ്ക്കുള്ള വാഴ, അങ്ങനെയുള്ള കൃഷി. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഹത്തയിൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഇങ്ങനെ നീർച്ചാലുകൾ സൈഡിലൂടെയുണ്ട്. ഇവിടെ മാതളനാരകത്തിൻ്റേതായിട്ടുള്ള ഒരു വലിയ മരമുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വീട്ടിലും മാതളനാരകം ഉണ്ടായിരുന്നു. സെയിം ഇതേ പൂക്കളൊക്കെ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫാമിനുള്ളിൽ നിൽക്കുമ്പോൾ. കുറേ നാളായി ഇങ്ങനെ ഒരു ഫാം വിസിറ്റൊക്കെ നടത്തിയിട്ട്. ഏകദേശം 4:15 സമയം സൂര്യൻ ഇങ്ങനെ മാഞ്ഞു തുടങ്ങി. എന്താ ദുബായിലെ ഹത്തയിലുള്ള നല്ല മനോഹരമായൊരു ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം ഏകദേശം 4 മണിയായ സമയം. സൂര്യനൊക്കെ അസ്തമയർക്ക് ആറായി തുടങ്ങുന്നു. അപ്പോൾ നല്ല നീർച്ചാലുകളും മറ്റുള്ള നനയ്ക്കാനുള്ള പൈപ്പുകളൊക്കെ ആയിട്ട് ഇവിടെ ശരിക്കൊരു ഫാം വിസിറ്റ് നടത്താൻ പറ്റിയൊരു സ്ഥലം.
പിന്നെ ചെറുകിട കൃഷികളൊന്നും ഇവിടെ അധികം കാണുന്നില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. അങ്ങകലയുടെ ഹത്ത മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നടന്നു വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു മരം, അതിൻ്റെ ഇടയിലൂടെ നല്ല അടിപൊളിയൊരു ഫാമിന് പറ്റിയ നല്ലൊരു ഇടനാഴികയായിട്ടുള്ള സ്ഥലം, ഇളം കാറ്റ്. ഇത്രയും നാളത്തെ ഏകദേശം 2 വർഷത്തെ യാത്രയ്ക്കിടയിൽ ഇങ്ങനൊരു സ്ഥലം ആദ്യമായിട്ടാണ്. ഇവിടെ ഇനിയും നമുക്ക് നടന്നു പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫാമിനുള്ളിൽ. പിന്നെ വൈകുന്നേരമായ സമയം കൊണ്ട് തന്നെ നമുക്ക് അധികം നടക്കാൻ തോന്നില്ല, കാരണം സന്ധ്യ മയങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം ദുബായിലെ ഹത്തയിലെ ഡാമിലേക്കുള്ള വഴിയാത്രയിലാണ്. ഇവിടെ ട്രാഫിക്കിൻ്റെ കൺജഷൻ മൂലം വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഈ ലെഫ്റ്റിലൊരു സ്ഥലമായിരുന്നു. ആ ഭാഗത്താണ് ഹത്ത ഡാം വരുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ചില വണ്ടികളൊക്കെ കയറ്റി വിടുന്നുണ്ട്, ചില വണ്ടികളൊന്നും കയറ്റി വിടുന്നില്ല. ഡാമിൻ്റെ യാത്രയാണ്. അന്ന് ഞങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ റോഡൊക്കെ ഭയങ്കര റഫ് റോഡ്സ് ആയിരുന്നു. ഇപ്പോഴൊക്കെ ലൈനൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇന്ന് ജനുവരി 1 ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫ്രീ ഷട്ടിൽ ബസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഹത്തയിലെ പുതിയ പുതിയ വിശേഷങ്ങൾ. ആ സാധനമൊക്കെ പുതിയതാണ് കേട്ടോ. അതേ ലൈറ്റ് ഇട്ടാണ് കേട്ടോ, അത് പുതിയതാണ്. ഞങ്ങൾ ഹത്ത ഡാമിലേക്കുള്ള യാത്രയിലാണ്. ഹത്ത ഡാമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഇങ്ങനെ പഴയ റോഡുകളാണ്. സൈഡിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ അന്ന് വന്നിട്ട് ഇതിലേ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിൽ നടന്നു വരുന്നത്. ഹത്ത ഡാമിന് താഴെ പണിത പുതിയ പാർക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം എൻ്റർ ആയത്. 2019 ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് നോക്കുമ്പോൾ താഴ്ഭാഗത്ത് ഇതിൻ്റെ സ്പിൽവേ, അതായത് ഇതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഒഴുകിപ്പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം കുറച്ച് പാറക്കഷ്ണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട ആ ഭാഗം ഇന്ന് അത് എത്ര മനോഹരമായിട്ടാണ് ഒരു ഡാമൊക്കെ സൃഷ്ടിച്ച് ലൈറ്റപ്പൊക്കെ ചെയ്ത്. നമ്മുടെ ഷെയ്ഖ് സായിദ് നഹ്യാൻ രാജാവിൻ്റെ അവർ രണ്ടുപേരും ഫോട്ടോ അന്നും ആ ഭാഗത്തുണ്ട്. പക്ഷേ ലൈറ്റ് ഉണ്ടാകുന്നില്ല, വെള്ളം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനുശേഷം അതൊക്കെ അറേഞ്ച് ചെയ്തു. അതിനുശേഷം 2024 വലിയ ആ മഴയിൽ ഇതിൻ്റെ ഏകദേശം പകുതി വരെ വെള്ളം വന്നു എന്നാണ് അറിഞ്ഞു കേട്ടത്. പക്ഷേ ഇത് ഇത്ര നിറഞ്ഞു കഴിഞ്ഞാലും ഇതിന് വേറൊരു വഴിയിലൂടെ ഈ വെള്ളം ഇങ്ങോട്ട് കവിഞ്ഞു വരാത്ത രീതിയിൽ അത് വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാനുള്ള മാർഗങ്ങളും ദുബായ് ഗവൺമെൻറ് ചെയ്തിട്ടാണ് ഈ ഡാം നിർമ്മിച്ചത്. 2016 ഇത് കമ്മീഷൻ ചെയ്ത്